നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നില്ലേ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലേ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. തൊലി കറുത്തതിൻ്റെ പേരിൽ, വിയർപ്പ് കുതിർന്ന കുപ്പായമിട്ടതിൻ്റെ പേരിൽ വേടനെതിരെ വിവേചനത്തിൻ്റെ വിഷലിപ്തമായ സ്വരം സംഘപരിവാർ നിരന്തരം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ KP ശശികലയും. വേടൻ എന്ത് പാടണമെന്ന് നിശ്ചയിക്കുന്നു. വേടൻ ഗോത്ര സംസ്കൃതിയുടെ ശേഷിപ്പുകളെ നിലനിർത്താവൂ എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് കൽപ്പിക്കുകയാണ്. കേസരിയുടെ പത്രാധിപർക്ക് സമാന ചിന്ത. അല്ലയോ ശശികലമാരെ, ചാതുർവർണ്ണ്യത്തിൻ്റെ വിഷകലകളിൽ തന്നെ നിങ്ങൾ കറങ്ങുകയാണ്. നിങ്ങൾക്കാവുന്നതും ആവാത്തതുമായ ഇഷ്ടമുള്ള എന്തും പിന്തുടരാൻ ഇവിടുത്തെ എല്ലാ വിഭാഗത്തിനും അവകാശമുണ്ട്. അത് വേടനും വേടൻ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാവർക്കുമുണ്ട്. ജനാധിപത്യത്തിൻ്റെയും ആധുനികതയുടെയും നേരം പുലർന്നത് അറിയാത്തത് നിങ്ങളുടെ കുറ്റമാണ്. ആചാരങ്ങളുടെ പേരിൽ കഞ്ചാവ് വലിക്കുന്ന എത്രയോ തെരുവുകളും ആഘോഷങ്ങളും ഇന്ത്യയിലുണ്ട്. തെറ്റുതിരുത്തിയ വേടനെ അവിടേക്ക് ഇനി വലിച്ചിഴയ്ക്കാനാകില്ല. നവോത്ഥാന നായകർ എതിർത്ത ശരീരത്തെ ദ്രോഹിക്കുന്ന എത്രയോ ചടങ്ങുകൾ ഇവിടെ നടമാടുന്നുണ്ട്. അവിടെ ദളിതൻ്റെ ശരീരം തുളയ്ക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നതും മധുവിനും ശശികലയ്ക്കും പ്രശ്നമില്ലേ? അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട് ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പ്രമുഖ നടനും BJP നേതാവും കേന്ദ്ര സഹമന്ത്രിക്കുമെതിരെ എന്തേ ശശികലമാർ കലഹം അഴിച്ചുവിട്ടില്ല? അത് സമാജത്തിന് മോശമല്ലേ? വേടൻ വാഴുമ്പോൾ അസ്വസ്ഥതയോടെ കടന്നു വരുന്ന വേട്ടക്കാരുടെ അജണ്ടകൾ എന്ത്? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ഡോക്ടർ ഷിജു ഖാൻ, CPIM നേതാവ്, KDF നേതാവ്, പ്രമുഖ ദളിത് പക്ഷചിന്തകനുമായ P രാമഭദ്രൻ, വിനീത വിജയൻ, KDMF സംസ്ഥാന പ്രസിഡന്റ്, മിഥുൻ വിജയകുമാർ, വലതുപക്ഷ നിരീക്ഷകൻ. ആദ്യം ശ്രീ മിഥുൻ വിജയകുമാറിലേക്ക് തന്നെ. മിഥുൻ, ഗോത്രവിഭാഗത്തിൻ്റെ ശേഷിപ്പുകളെ പാടാവൂ, പട്ടികജാതി പട്ടികവർഗത്തിന് പറഞ്ഞതാണോ റാപ്പ് സംഗീതം? കഞ്ചാവോലികൾ പറയുന്നതാണോ ഇവിടെ പാലിക്കേണ്ടത്? വേടനെ അധിക്ഷേപിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ അജണ്ട? വേടന് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ അത്ര തന്നെ ശശികല ടീച്ചർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം ദളിത് സമുദായത്തിൽപ്പെട്ടവർ ഈ തരത്തിലുള്ള പാട്ടുകൾ മാത്രം പാടണം, റാപ്പ് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കലയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 20-ാം നൂറ്റാണ്ടിൽ പോവാഡ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയിൽ അഡാപ്റ്റ് ചെയ്തൊരു പാട്ടിന്റെ ഒരു ആർട്ട് ഫോമാണ്. അത് 20-ാം നൂറ്റാണ്ടിൽ അംബേദ്കറൈറ്റ്സ്, അതായത് അംബേദ്കറിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ആർട്ട് ഫോമാണ്. അതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. അത് ദളിത് കൾച്ചറിന്റെ ഭാഗമാവുകയും പിന്നീട് അത് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, ആ ഒരു സംസ്കാരം ഏറ്റുപിടിക്കുകയായിരുന്നു. അപ്പം റാപ്പ് കൾച്ചർ എന്തുകൊണ്ടും മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണ് എന്നൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇതേപോലെ തന്നെ ശശികല ടീച്ചർക്ക് അവരുടെ അഭിപ്രായം പറയാം. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ, കേരളീയം പരിപാടിയിൽ കനകക്കുന്നിൽ ആദിവാസി ഗോത്ര വിഭാഗത്തെ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് ഒരു പഴയ എന്താ പറയുക, ഒരു കൊളോണിയൽ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു ലിവിങ് മ്യൂസിയം നമ്മൾ കണ്ടിരുന്നു. അപ്പം ഷോക്കേസിൽ വെക്കേണ്ട ജീവിതമാണ് ആദിവാസിയുടെ ജീവിതം എന്ന് കാണിച്ചു കൊടുത്ത ഒരു സർക്കാർ ഇവിടെയുണ്ട്. അതുപോലെ ശശികലമാരുണ്ട്. അങ്ങനെ പല പല ആളുകൾക്കും പല എന്താ പറയുക, പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആദിവാസികൾ എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ഒഫീഷ്യലി പിണറായി വിജയന്റെ സർക്കാർ കേരളീയം പരിപാടിയിലൂടെ കാണിച്ചു കൊടുത്തെങ്കിൽ ശശികലയ്ക്ക് പാട്ടുകൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയാനുള്ള അവരുടെ എന്താ പറയുക, അത് അവരുടെ പെർസ്പെക്റ്റീവായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ഈ രണ്ട് പേരോടും എനിക്ക് വലിയ തോതിൽ വിയോജിപ്പാണ്. പക്ഷേ ഇവിടെ വേടന്റെ ഒരു ഇഷ്യൂലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, വേടൻ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. അത് നല്ല കാര്യം തന്നെ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും കാര്യങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്ന് 2025-ലാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുന്നു. അടുത്ത 1 മണിക്കൂർ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ അറിയോ? ജാതിയുടെ വിഷയമായിരിക്കും. തികച്ചും ജാതിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ജാതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡിവൈസീവ് ആംഗിളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ വേടനെ പോലുള്ള ആളുകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ പിന്നാക്ക സമുദായത്തെ കുറിച്ച് ഇത്രയധികം പാടുന്ന മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ. ഈ ഹയർ എഡ്യൂക്കേഷനിലെ SC എൻറോൾമെന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്ന് 2008 അത് 2.5 ലക്ഷം ആയിരുന്നെങ്കിൽ ഇന്ന് അത് 60 ലക്ഷമാണ്.
ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു സർവേ ഉണ്ട്. അത് പ്രകാരം കോളേജുകളിലും സ്കൂളുകളിലും 14.5% ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലും സ്കൂളുകളിലും. വിച്ച് മീൻസ് അവരുടെ പോപ്പുലേഷൻ ഷെയറിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എലീറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഗ്രൂപ്പ് എ കാറ്റഗറിയിൽപ്പെട്ട ബ്യൂറോക്രാറ്റ്സ്, മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ 50,000-ഓളം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 400% അത് വളർന്നത് 2025 ആകുമ്പോഴേക്ക്. 84ഓളം ലോക്സഭാ സീറ്റ്സ് റിസർവ്ഡ് ആണ്. ബിസിനസ് മേഖലകളിൽ, അത് IT ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കൽപ്പന സരോജിനെ പോലുള്ള ആളുകൾ, മിലിന്ദ് കാംബ്ലെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ ദളിത് സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം കാസ്റ്റ് ബൗണ്ടറീസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വർഷങ്ങൾ മുമ്പ് നടന്ന ചൂഷണം അത് എല്ലാ കാലത്തും ഇങ്ങനെ പബ്ലിക് കോൺഷ്യൻസിലേക്ക് ഇറക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ പണം കൊയ്യാൻ നോക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ഒരു പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതെല്ലാ കാലത്തും ഈ പബ്ലിക് കോൺഷ്യൻസിൽ വേണം. ആളുകളുടെ മനസ്സിൽ പണ്ട് നടന്ന, നൂറ്റാണ്ടുകൾ മുമ്പ് നടന്ന ചൂഷണങ്ങളൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ എന്താ പറയുക, എന്നും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ചില ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ചില ആളുകൾക്ക്. ഈ പറയുന്ന വാക്കുകൾ ഇനി സംവരണത്തെ നിഷേധിക്കുന്നതിലേക്കും കൂടി കൾമിനേറ്റ് ചെയ്യപ്പെടാം മിഥുന്റെ ഈ വാക്കുകൾ. ഒരിക്കലുമില്ല സംവരണം നിഷേധിക്കപ്പെടണം എന്നല്ല ഞാൻ പറഞ്ഞത് പ്രോഗ്രസിനെ കുറിച്ചാണ്. അതാണ് താങ്കളുടെ പ്രശ്നം. ഇവിടുത്തെ ബേസിക് ഇഷ്യൂ അതാണ്. എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി ഈ വിഭാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവരണം നിഷേധിക്കപ്പെടണം എന്ന ആംഗിളിലാണ് താങ്കൾ അതിനെ വായിച്ചെടുക്കുന്നത്. അവരനുഭവിച്ച പീഡനത്തിന്റെ ചെയ്തികളുടെ ഫലം ഇപ്പോഴും ആ സമൂഹത്തിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മിഥുൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നാണോ താങ്കളുടെ പെർസ്പെക്റ്റീവ്? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വളരാനുള്ള അവസരങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നുള്ള മനോഭാവമാണ് ഇന്നിപ്പോ ശശികലയിൽ അടക്കം പ്രതിഫലിച്ചത്. നേരത്തെ NR മധു കേസരിയുടെ പത്രാധിപരും ഇത് പറഞ്ഞു, ഇതിന് സമാനമായ രീതിയിൽ. അത് രണ്ടും നമ്മൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ തുടക്കത്തിൽ കേട്ടതാണ്. തീർച്ചയായിട്ടും. കാരണം അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വേടനെ അറസ്റ്റ് ചെയ്തതാരാണ്? പിണറായിന്റെ പോലീസാണ്. ഇവിടെ വേടന് നേരെ കഞ്ചാവിന്റെ കേസ് എടുത്തത് പിണറായി വിജയന്റെ പോലീസാണ്. ഈ എന്താ പറയാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഒരു നിയമ സംവിധാനത്തിന് നിരോധിക്കപ്പെട്ട ഒരു ലഹരിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് പിടിക്കാം. പക്ഷെ അതല്ലല്ലോ വിഷയം. അത് ആ അളവ് കുറവായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. മറ്റേതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നിലനിന്നു സർക്കാർ, സംരക്ഷിച്ചു. തെറ്റുതിരുത്താൻ തയ്യാറായ വേടനെ ആ അർത്ഥത്തിൽ മനസ്സ് തുറന്നു. അതാണ് അതിന്റെ സോഷ്യോളജിക്കൽ പൊളിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ മിഥുൻ വിജയൻ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മെറിറ്റ് ഓറിയന്റഡ് ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ശശികലയ്ക്കും ഈ മധുവിനും ഈ സംഘപരിവാറിനും എതിരെ ഉന്നയിക്കുന്നില്ല മിഥുൻ? അല്ല, ശശികലയും മധുവും ഏതെങ്കിലും ഒരു എക്സ്ട്രീം നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർസ്പെക്റ്റീവായി കാണണം സർ. അത് എന്റെ പെർസ്പെക്റ്റീവ് അല്ല. ഞാനിവിടെ എന്റെ കാര്യം പറയാനാ വന്നത്. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ വക്താവൊന്നുമല്ല. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, വേടന് ഓക്കെ, താങ്കൾ ഈ പറഞ്ഞ കഞ്ചാവിന്റെ കേസ് അത് എന്തായാലും നിയമ നടപടി ഓക്കെ ഫൈൻ. പക്ഷെ അതായിരുന്നല്ലോ ഇത്രയും കാലം ജസ്റ്റിഫൈ ചെയ്ത് താങ്കളുടെ തന്നെ ഈ ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് എന്താണ്? ഒരു 5 ഗ്രാമിൽ താഴെയല്ലേ, അതെന്താ ഒരു വലിയ പ്രശ്നമാണോ? അവൻ മാപ്പ് പറഞ്ഞില്ലേ, അവനെന്തിനാ വേട്ടയാടുന്നത് എന്നാ ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പുലിനകത്തിന്റെ കാര്യം വന്നല്ലോ. ഈ വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കണ്ടിട്ടായിരുന്നു കേസെടുക്കാൻ പോയത്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ. അതെ, ഈ മനോഭാവത്തിന്റെ പ്രതിഫലനം ഉള്ളിടത്തെല്ലാം അത് പ്രതിഫലിച്ചു. പക്ഷെ അതിനെതിരെ നിലനിന്നു സർക്കാരും അതിന്റെ സംവിധാനങ്ങളും എന്നുള്ളതാണ് കാണേണ്ടത് മിഥുൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ സ്പെസിഫിക്കായി നമുക്ക് ഈ ശശികല ടീച്ചർ പറഞ്ഞ ഗോത്ര സംസ്കൃതിയുടെ ആചാരങ്ങൾ മാത്രമേ വേടൻ പിന്തുടരാവൂ. സോമാലിയെക്കുറിച്ച് സംസാരിക്കുന്നു, ഐലനെക്കുറിച്ച് സംസാരിക്കുന്നു, കുടിയേറ്റ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു, അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തെക്കുറിച്ച്, ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചൂഷണങ്ങൾക്ക് വിധേയമായൊരു സമൂഹത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു കലയിൽ ഉൾപ്പെടുത്തുമ്പോൾ ആരാണ് അസ്വസ്ഥമാകുന്നത്? എന്തിനാണ് അസ്വസ്ഥത മിഥുൻ? അതിനെ ചോദ്യം ചെയ്യാത്തത് എന്താണ് മിഥുൻ? നോക്കൂ, തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അത് വേടന്റെ ആർട്ട് ഫോമിനെ തള്ളി പറയണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ശശികല പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ്.
ഞാനിവിടെ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വേടനെ വേട്ടയാടാൻ നോക്കിയത് ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറഞ്ഞത് പുലിപ്പല്ലിന് എന്താ പറയുക ശാസ്ത്രീയമായിട്ടുള്ള തെളിവൊന്നും ഇല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു കീഴാള വിരുദ്ധതയുടെ, അതായത് സംഘപരിവാർ ഉയർത്തുന്ന പല വിധത്തിലുമുള്ള കീഴാള വിരുദ്ധതയുടെ, അല്ലെങ്കിൽ അധ്വാനിക്കുന്നവനെതിരെ അല്ലെങ്കിൽ കറുത്തവനെതിരെ ഉള്ള പല വിധത്തിലുമുള്ള സമീപനങ്ങൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട്. പക്ഷേ അതിനെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ജനകീയ സർക്കാരിൻ്റെ ഗുണം സംസ്ഥാനത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിജയകുമാർ, കഞ്ചാവ് വലിക്കുന്ന എത്രയോ ആഘോഷങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ ആഘോഷങ്ങളിൽ ഉൾപ്പെട്ടവർ കഞ്ചാവ് വലികൾ എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ശശികല? എന്താണ് അതിനെ ചോദ്യം ചെയ്യാത്തത് മിഥുൻ? അല്ല, കഞ്ചാവ് വലിക്കുന്ന ആഘോഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? അത് താങ്കൾ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച താങ്കൾക്കറിയാമല്ലോ. എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്നില്ലല്ലോ. വലിക്കുന്ന ആഘോഷങ്ങളുണ്ട്. ചർച്ചയുടെ ഘട്ടത്തിൽ പറയാം. കഞ്ചാവ് വലിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ വാർത്തകളിൽ നിരന്തരം കാണുന്നതല്ലേ മിഥുൻ? അത് താങ്കൾക്ക് അറിയില്ലെങ്കിൽ വേണ്ട, താങ്കൾ അറിയണ്ട. അല്ല, ഞാൻ താങ്കളോട് സൂചിപ്പിച്ച ഒരു കാര്യം, കഞ്ചാവ് വലിക്കുന്ന അത് താങ്കൾ വളരെ കുതന്ത്ര ഉദ്ദേശത്തിൽ ചോദിച്ചതാണ്. പക്ഷേ എത്രയോ ആചാരങ്ങൾ, എത്രയോ ആഘോഷങ്ങളുണ്ട് ഇന്ത്യയിൽ. താങ്കൾക്കറിയില്ലേ? ഭാങ് ഉപയോഗിക്കുന്ന എത്രയോ ആഘോഷങ്ങളുണ്ട്. ഭാങ് വേറെ കാറ്റഗറിയിൽപ്പെട്ട സാധനമാണ്. ആയിക്കോട്ടെ, അതും കഞ്ചാവുമായി ബന്ധമുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് ഭാങ് നിരോധിക്കാത്ത ഉൽപ്പന്നമാണോ? അല്ല, ഭാങ് ആക്ച്വലി നിരോധിക്കപ്പെട്ട കാറ്റഗറിയിൽ പെടുന്നതല്ല. അത് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സിന്റെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിൽ ഭാങ് എന്ന് പറയുന്നത് അതിന്റെ ലീഫ് കാറ്റഗറിയിൽ പെടുന്നതും കാറ്റഗറിയിൽ പെടുന്നത് അനുവദനീയമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന, നിരോധിത ലഹരിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ ആഘോഷങ്ങൾ, എത്രയോ ആചാരങ്ങളൊക്കെ നടമാടുന്നുണ്ട്. അതിനെതിരെ ഒരു വാക്ക് പറയുന്നില്ലല്ലോ. നോക്കൂ, താങ്കൾ ഉജ്ജയിനിലും ഇൻഡോറിലും ഭോപ്പാലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരോധിത കാറ്റഗറി അല്ല. നിരോധിത കാറ്റഗറി അല്ലാത്തത് കൊണ്ടാണ് അത് അവിടെ ഉള്ളത്, അങ്ങനത്തെ സ്റ്റോൾസ് ഉള്ളത്. അതിന് നിരോധിത കാറ്റഗറി അത് സാമൂഹികമായും മൂല്യവത്തായും അതിനെ എതിർക്കേണ്ടവരാണല്ലോ ഹിന്ദു ഐക്യവേദി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് എതിർക്കാത്തത് ശശികല അടക്കം? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ബോംബെ ഹെംപ് കമ്പനി എന്നൊരു കമ്പനി ഉണ്ടല്ലോ, അവരെ ബാൻ ചെയ്യണ്ടേ? അവര് ഹെമ്പാണ് യൂസ് ചെയ്യുന്നത്, അതും കാനബിസിന്റെ ഒരു കാറ്റഗറിയിൽ. എന്ന് പറയുന്ന ലഹരി കണ്ടന്റ് ഇല്ലല്ലോ. THCന്റെ അളവാണ് അതിന്റെ ഏറ്റവും വലിയ ഈ നാർക്കോട്ടിക്സിന്റെ ഏത് കാറ്റഗറിയിൽ പെടുന്നു നിർണ്ണയിക്കുന്നത്. അപ്പം THC കാറ്റഗറിയിൽ THCന്റെ എല്ലാ പെർസെന്റേജും നമുക്ക് ഒരൊറ്റ അംബ്രലയുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രീ പി രാമഭദ്രനിലേക്കും ഷിജു ഖാനിലേക്കും എത്തുന്നതിന് മുമ്പ് വിനീത വിജയൻ, അതായത് വേടനെതിരായ ആക്രമണത്തിന് അത്തരത്തിലൊരു സംഘടിതമായ സ്വഭാവമുണ്ടോ? അതിനൊരു വർഗ സ്വഭാവമുണ്ടോ? അത് ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഉൽപ്പന്നമാണോ? ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ പറയുന്ന രീതിയിൽ കണ്ടുകൂടെ? ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ NR മധു, ശശികല തുടങ്ങിയിട്ടുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ, അവർ ഈ വിഷപ്പാമ്പുകൾ എന്നാണ് എനിക്ക് അവരെ വിശേഷിപ്പിക്കാനുള്ളത്. ഈ വിഷപ്പാമ്പുകളുടെ മാളത്തിന് തീയിട്ടിരിക്കുകയാണ് വേടൻ. ആ വേടനിട്ട് ആ പുകയിൽ, അല്ലെങ്കിൽ ആ പുകയിൽ ചാടി, ആ പുനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മാളത്തിൽ നിന്ന് ചാടി ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള ഒരു അണലി സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ പേരാണ് ശശികല. ശശികല എന്തുകൊണ്ട് വേടനെ എതിർക്കുന്നു? ശശികല എന്തുകൊണ്ട് വേടന് നേരെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വാക്പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ ഉള്ളിലെ ജാതീയതയാണ്. വേടൻ യഥാർത്ഥത്തിൽ തീയിട്ടിരിക്കുന്നത് സവർണ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രത്തിനാണ്. വേടൻ തന്നെ തുറന്നു പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. അപ്പാറാവുവിനെ വിരളി പിടിപ്പിച്ചതും ഈ അംബേദ്കറേറ്റ് രാഷ്ട്രീയമായിരുന്നു. അപ്പാറാവുവിനെ മാത്രമല്ല, സ്മൃതി ഇറാനിയെ വിരളി പിടിപ്പിച്ചതും ഈ അംബേദ്കറേറ്റ് രാഷ്ട്രീയമാണ്. അതിൻ്റെ പേരിലാണ് രോഹിത് വെമുലയുടെ നേരെ അവരിറങ്ങിത്തിരിച്ചത്. അതേ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഇന്ന് വേടനെതിരായിട്ടുള്ള ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആക്രമണമായിട്ട് അവരിറങ്ങിത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ടയും വേടൻ്റെ രാഷ്ട്രീയം എന്തെന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ തലപ്പാവ് വെച്ച് വില്ലുവണ്ടിയിലേറി വന്നത് ആരെന്ന് ചോദിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കൊണ്ട് അയ്യൻകാളി എന്ന് ഏറ്റുവിളിപ്പിക്കുന്നതിൽ എന്ത് വിഘടനവാദമാണ് ഇവർ കാണുന്നത്? എന്താണ് ഇവർ അതിൽ ചൊടിപ്പിക്കുന്ന കാര്യമുള്ളത്? ജാതീയതയ്ക്കെതിരെ ഇപ്പം മിഥുൻ വിജയകുമാർ പറഞ്ഞു 18-ാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ പറയുന്നതെന്ന്. 18-ാം നൂറ്റാണ്ടിലെ കാര്യമാണോ സിറിയയിൽ നടക്കുന്ന കാര്യം?
കത്വ പെൺകുട്ടി സംഘപരിവാറിനെ ഏറ്റവും വലിയ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധതയുടെ അടയാളമായിട്ട് അവരെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ച 8 വയസ്സുകാരിയായിട്ടുള്ള ആസിഫ എന്ന പെൺകുട്ടിയുടെ ആ പേരിൽ തന്നെ ആസിഫയിൻ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാറുകാർക്ക് പൊള്ളില്ലേ? എങ്ങനെ പൊള്ളാതിരിക്കും? ആസിഫ എന്ന പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഇവരുടെ സംഘപരിവാറുകാരായിരുന്നില്ലേ? ഈ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അസുരക്ഷിതരാക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ആയുധമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ ശരീരം. ആ പെൺകുട്ടിയുടെ ശരീരത്തെ മുൻനിർത്തിയിട്ടാണ് ആ വേടൻ എഴുതുന്നത് ആസിഫയുടെ അരയുടയ്ക്കുവാൻ ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. നരേന്ദ്ര ദബോൽക്കറേയും കൽബുർഗിയെയും ഗോവിന്ദ് പൻസാരെയും ഒക്കെ വാക്കെടുത്തതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ വാക്കെടുത്തവരുടെ നേരെ വാളെടുത്ത ചരിത്രമാണ് സംഘപരിവാറിനുള്ളത്. അത് അവരിവിടെയും പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേടൻ പറയുന്നത് ഈ സിറിയയിലെയും ഇന്ത്യയിലെയും മാത്രമല്ല, ജാതിയുടെ മാത്രം രാഷ്ട്രീയമല്ല. ലോകത്തെവിടെയാണ് വംശഹത്യകൾ നടക്കുന്നത്, ലോകത്തെവിടെയാണ് മാനുഷിക വിരുദ്ധത നടമാടുന്നത്, ദാരിദ്ര്യം എവിടെയാണ്, പരിസ്ഥിതി വിനാശം എവിടെയാണ്, അതിനെല്ലാം നേരെ തൻ്റെ വാക്കുകളെ ആയുധമാക്കി തൻ്റെ പാട്ടുകളെ പടവാളാക്കി എഴുതുന്ന ആളാണ് വേടൻ. ആ വേടനെ എന്തുകൊണ്ട് സംഘപരിവാർ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വേടൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ജാതി വേർപാടുകളുടെ ഭാരം ചുമന്ന് നടക്കേണ്ട ചുമതല ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ജാതി, നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഹൈറാർക്കിയൽ ബ്രാഹ്മണ്യ ജാതി ബോധത്തിൻ്റെ ചുമട് ഇക്കാലം വരെ ഞങ്ങളുടെ തലമുറകൾ ചുമന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നീ ഒന്നും ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് തള്ളിപ്പറയുന്ന വേടനെ, ഭയരഹിതനായിട്ട് അവരുടെ മുന്നിൽ നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന വേടനെ ഇവരെങ്ങനെ ഭയക്കാതിരിക്കും? അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം, സംഘപരിവാർ ആരുടെയെല്ലാം പക്ഷത്താണോ അതിനെയെല്ലാം അനുകൂലിക്കുന്ന ആളാണ്. ജനാധിപത്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ആളാണ് വേടൻ. അതുകൊണ്ടാണ് അവർ സംഘപരിവാർ വേടനെതിരായിട്ടുള്ള ഈ പ്രത്യക്ഷ ആക്രമണം പലതരത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശികലയോളം നുണ പറയുന്ന ഭീകരവാദിയായിട്ടുള്ള ഒരു സ്ത്രീ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവരെയാണ് നിങ്ങൾ ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട്, അവരെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയുടെ പ്രതീകമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രത്യക്ഷീകരിക്കുന്നത്. തീവ്ര ദേശീയവാദത്തിൽ പൊതിഞ്ഞ് സംഘപരിവാർ പരത്തുന്നത് കപടദേശവാദമാണ് എന്ന് പറയുന്ന, എഴുതുന്ന, മതജാതി വാദങ്ങൾ സൃഷ്ടിച്ചിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരെ മുഴുവൻ അസ്വസ്ഥതയുടെ കൂടാരങ്ങളാക്കി രാജ്യത്തെ മുഴുവൻ മാറ്റിയിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദേശസഞ്ചാരം നടത്തുന്ന തലവനാണ് നരേന്ദ്രമോദി എന്ന് പ്രത്യക്ഷമായിട്ട് വളരെ തെളിഞ്ഞ വാക്കുകളിൽ വേടനോളം വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഏത് എഴുത്തുകാരനുണ്ട് കേരളത്തിൽ? ഏത് കവി പാട്ടുകാരനുണ്ട് കേരളത്തിൽ? ആ എഴുത്തുകാരൻ, പാട്ടുകാരൻ, റാപ്പർ വേടൻ, അവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. സംഘപരിവാറിൻ്റെ അസ്വസ്ഥതയിൽ യാതൊരു സംശയത്തിൻ്റെ ആനുകൂല്യവും ഇല്ല എന്നുള്ളതാണ്. അവരുടെ അസ്വസ്ഥത നമുക്ക് ന്യായീകരിക്കാവുന്ന അസ്വസ്ഥത തന്നെയാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഞാൻ പി രാമഭദ്രൻ സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ഷിജു ഖാൻ, അതായത് ഈ വേടനെ വേട്ടയാടുന്നത് നിങ്ങളുടെ സർക്കാരാണ്, അല്ലാതെ ശശികലയോ NR മധുവോ സംഘപരിവാറോ അല്ല എന്നൊരു വേർഷനാണ് ശ്രീ മിഥുൻ മുമ്പോട്ട് വെച്ചത്. ഒന്ന്. രണ്ട്, പണ്ടെങ്ങോ സംഭവിച്ചു പോയതിൻ്റെ ആവർത്തനം പറഞ്ഞ് ഇവിടെ ജാതീയമായ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനാണ് വേടൻ മുതിരുന്നത്. അതാണ് അതിലെ സോഷ്യോളജിക്കൽ വിമർശനം. രണ്ടിനും മറുപടി പറയാം. ഡോക്ടർ ഷിജു ഖാൻ. മലയാളിയുടെ ജനകീയ സംഗീത ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ വേടൻ എന്ന് അറിയപ്പെടുന്ന കലാകാരൻ. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും പ്രത്യേകിച്ച് ജനകീയ സംഗീതത്തിൻ്റെ ചരിത്രത്തിലും വലിയ സ്ഥാനം ഇതിനോടകം അദ്ദേഹം നേടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച ചില വിവാദങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇത്രമാത്രം NR മധുവിനെയും അതോടൊപ്പം ശശികലയെയും പോലുള്ളവരെ വേടൻ്റെ സാന്നിധ്യം അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടുപേരുടെയും പ്രസംഗങ്ങളിലെ വരികൾ പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ
ചർച്ചയിൽ പങ്കെടുത്ത വലത് നിരീക്ഷകനായ വ്യക്തി തന്നെയും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടോ അഡ്മിറ്റ് ചെയ്തുകൊണ്ടോ അല്ല സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് അവരുടെ അഭിപ്രായം പറയാനുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞെങ്കിലും പൂർണ്ണമായും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെയും പ്രതികരണം. എന്തിനാണ് നിങ്ങളൊരു കലാകാരനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ആ കലാകാരൻ്റെ സാമൂഹ്യ ഇടപെടലിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. അത് വ്യക്തിപരമല്ല, ആ ആക്ഷേപം വ്യക്തിപരമല്ല, അതിനൊരു സാമൂഹികമായ തലമുണ്ട്. ആ സാമൂഹിക തലമാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം സംഘപരിവാറിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ളത്. വേടൻ്റെ സംഗീതവും ആ വരികളും ലോകപ്രസിദ്ധി ആർജിച്ച മ്യൂസിക്കിൻ്റെ തുടർച്ചയാണ്. പ്രത്യേകിച്ചും ആഫ്രോ അമേരിക്കൻ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമായി തിരസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രഖ്യാപനമാണ്, തിരിച്ചുവരവിൻ്റെ പ്രഖ്യാപനമാണ്, മുന്നേറ്റത്തിൻ്റെ പ്രഖ്യാപനമാണ്, ദ്രുത സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള വരികളുടെ രാഷ്ട്രീയമാണ് വേടൻ ഇന്ന് മലയാളിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാശ്ചാത്യ ലോകത്തും അതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുമെല്ലാം തിരസ്കരിക്കപ്പെടുന്ന, നിരന്തരം തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യർ ഞങ്ങൾ പുറകോട്ട് പോകാൻ തയ്യാറല്ല, ഞങ്ങൾ കലയിലൂടെ, സംഗീതത്തിലൂടെ, പാട്ടിലൂടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, ഞങ്ങളുടെ കവിതകളും ഞങ്ങളുടെ പാട്ടുകളും നിങ്ങളുടെ ചെവികളെ പിന്നെ സുഖിപ്പിക്കാനല്ല, ഞങ്ങളുടെ സംഗീതം നിങ്ങൾക്ക് സുഖം പകരാനല്ല, ഞങ്ങളുടെ സംഗീതം അനീതിക്കെതിരായ അസ്വസ്ഥപ്പെടുത്തലായിരിക്കും എന്നാണ് അത്തരം സംഗീതധാര ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേടൻ്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അത് ഭൂമി ഞാൻ വാഴുന്നിടം പോലുള്ള വരികൾ, അതിലെ വരികളായാലും അതോടൊപ്പം വോയിസ്ലെസ് പോലുള്ള ഗാനങ്ങളിലെ വരികളായാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലവിധ വേട്ടയാടലുകൾക്കും വിധേയരായി മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പതിറ്റാണ്ടുകളായി പലവിധ വിവേചനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ നിലവിളി മുതൽ ലോകത്തോട്, ലോകത്തിൻ്റെ പ്രശ്നങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമകാലികമായ വളരെ ശക്തമായ വരികൾ നമുക്കതിൽ കാണാൻ സാധിക്കും. നിരന്തരം വേട്ടയാടപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന പീഡിത മനുഷ്യൻ്റെ ഗർജനമുണ്ട്. പീഡിത മനുഷ്യൻ്റെ വിലാപമെന്നല്ല നാം വിളിക്കേണ്ടത്, പീഡിത മനുഷ്യൻ്റെ മർമ്മരമെന്നല്ല നാം വിളിക്കേണ്ടത്, പീഡിത മനുഷ്യൻ്റെ തിരിച്ചുവരവിൻ്റെ ഗർജനമുണ്ട്. ആ ഗർജനം NR മധുവിനെ പോലുള്ളവരെ അസ്വസ്ഥപ്പെടുത്തും, ശശികലയെ പോലുള്ളവരെ അസ്വസ്ഥപ്പെടുത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ആഫ്രിക്കൻ ആഫ്രോ അമേരിക്കൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെവികളെ സുഖിപ്പിക്കാനുള്ളതല്ല. വേടന്റെ വരികളും കവിതകളും ആ കവിതകൾക്കുള്ളിൽ അദ്ദേഹം നടത്തുന്ന സംഭാഷണങ്ങളും തീർച്ചയായും ആരെയും സുഖിപ്പിക്കുകയല്ല, അത് അനീതിയോടുള്ള കലഹമാണ്. പലസ്തീനെ കുറിച്ച് പറയുമ്പോൾ സംഘപരിവാറിന് അതത്ര രസിക്കില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എന്ന് മാത്രമല്ല, പല വിധത്തിലും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ, ദളിതരെ, പീഡിത മനുഷ്യരെ, അപരവൽക്കരിക്കപ്പെടുന്നവരെ, അവരെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ന് വേടൻ മുന്നോട്ട് വെക്കുന്ന ജനകീയ സംഗീതം മുന്നോട്ട് തന്നെ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പൊയ്കയിൽ അപ്പച്ചന്റെ വരികൾ, കുമാര ഗുരുദേവന്റെ വരികൾ ശ്രീ വേടൻ തന്റെ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കെട്ട കാലത്ത് പൊയ്കയിൽ കുമാര ഗുരുദേവനെ ഓർമ്മിക്കുന്നവരെ വേടൻ അഭിനന്ദിക്കുകയാണ്. ആ വരികൾ നമ്മളുടെ ചെവികളെ രസിപ്പിക്കുകയല്ല, അനീതിയുടെ നെഞ്ചിൻ കൂട് തകർക്കുകയാണ് അതിലെ വരികൾ. ജാതിയുടെ ഭീകരത അത് ഏറ്റുവാങ്ങിയ മനുഷ്യർ, വേട്ടയാടപ്പെട്ട ദളിതർ, പിന്നോക്കക്കാരൻ, ആദിവാസി, പല കാലങ്ങളിലായി
ഈ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിക്കൊള്ളണം. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ സാന്നിധ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. RSSന്റെ പ്രകടനങ്ങളോ അവരുടെ പ്രത്യക്ഷമായ പ്രതികരണങ്ങളോ മാത്രമല്ല, അബോധത്തിലാണ്ടിരിക്കുന്ന ജാതിബോധം, ആ ജാതിബോധത്തിനെതിരായ ശക്തമായ പ്രതികരണം വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനകീയ സംഗീതത്തെ പിടിച്ചു കെട്ടാൻ ഈ മധുവിനെ പോലെ, ഈ ശശികലയെ പോലുള്ളവരുടെ കോമാളിത്ത പ്രഭാഷണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. സംഗീതം പഠിക്കണം, സാഹിത്യം പഠിക്കണം, പീഡിത മനുഷ്യന്റെ ഗർജനം ആ വരികളിലുണ്ട്. ശ്രീ പി രാമഭദ്രൻ, നോക്കൂ, ഇവിടെ പഠനമില്ലെങ്കിൽ പാടത്ത് പണിയെടുക്കില്ല. പഞ്ചമിയുടെ കൈപിടിച്ച് നടന്നുപോയ ഒരു മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അനുരണനങ്ങളാണ് കേരളത്തെ മാറ്റുന്നതിന് നിർണായക പങ്ക് വഹിച്ചത്. അങ്ങനെയുള്ള നാട്ടിൽ വേടൻ ഈ ആധുനിക കാലത്തും ജനിക്കുമ്പോൾ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വിമർശനങ്ങളല്ല, അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? BJP ഈ വിഷയത്തിൽ ഒരു പ്രകടമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർക്ക് മറ്റൊരു അഭിപ്രായമാണ് എന്നാണ് അന്വേഷിക്കുമ്പോൾ അറിയാനാകുന്നത്. പക്ഷേ ശശികലയുടെയും NR മധുവിൻ്റെയും വാക്കുകൾ ഒറ്റപ്പെട്ട വ്യക്തികളുടെ വാക്കുകളായി കണ്ടുകൂടെ? അതിനെ ആ അർത്ഥത്തിലാണോ വിമർശിക്കേണ്ടത്? ശ്രീ പി രാമഭദ്രൻ. ശശികല ആണ് യഥാർത്ഥത്തിൽ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നത്, വേടനല്ല. വേടൻ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ്. അതുകൊണ്ടാണ് വേടൻ ചെല്ലുന്ന വേദികളിലെല്ലാം ആബാലവൃന്ദം ജനങ്ങൾ തടിച്ചുകൂടുന്നത്. അയാളെ ഒന്ന് തൊടാൻ, അയാളുടെ ഒരു ശബ്ദം ശ്രവിക്കാൻ ആവേശപൂർവ്വം ഒത്തുകൂടുന്നത്. അതൊരു വിപ്ലവത്തിൻ്റെ തീനാളമായിട്ടാണ് ഇന്ന് സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത്. ആ യാഥാർത്ഥ്യബോധം ദയവ് ചെയ്ത് വേടനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, ആദിഗോത്രങ്ങളുടേതായിട്ടുള്ള എല്ലാ കലയും സംസ്കാരവുമാണ് കാലാകാലങ്ങളിൽ സംസ്കരിച്ചെടുത്ത് ആധുനിക കലാരൂപങ്ങളായി രൂപപ്പെട്ടിട്ടുള്ളത്. അവരുടെ അധ്വാനത്തിൻ്റെയും പാടങ്ങളിലെ പണിയുടെയും കൊയ്ത്തിൻ്റെയും ഒക്കെ പാട്ടിൻ്റെ പല രൂപങ്ങളാണിന്ന് വന്നിട്ടുള്ളത്. ആ രൂപങ്ങൾ മാറ്റേണ്ടതില്ല. ഞങ്ങളുടെ പഴമ തന്നെ പാടിയാൽ മതി. നിങ്ങളുടെ ജാതിക്ക് ഞങ്ങളൊരു പാട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളത് പാടിയാൽ മതിയെന്ന് പറഞ്ഞാൽ അതങ്ങ് ആസാമിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ നടക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, പുതിയ തലമുറ ഒരുപാട് നാടൻ പാട്ടുകാരുണ്ട്. ആ നാടൻ പാട്ടുകാരോടുകൂടി ഞാൻ പറയുകയാണ്, അതുപോലെ കശിയല ടീച്ചർ ആഗ്രഹിക്കുന്ന പാട്ടുകളുണ്ടല്ലോ, തുള്ളിച്ചാടി എഴുന്നള്ളി വരുന്നുണ്ടേ കൊച്ചു തമ്പുരാൻ, അടിയാത്തികൾ കാത്തിരിക്കുന്നു കൊച്ചു തമ്പുരാൻ. ആ പാട്ട് പാടാൻ വേടനെ കിട്ടില്ല, പുതിയ തലമുറയെ കിട്ടത്തില്ല. ഞങ്ങളാരും തയ്യാറല്ല. ആ പാട്ട് പാടുന്നവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ആളുകൾക്കറിയാം. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും. അതുകൊണ്ട് വേടനെ ഒറ്റപ്പെടുത്തി അപമാനിച്ച് താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശശികല ടീച്ചറെ ഒന്നും പറയുന്നില്ല. ആര് ശ്രമിച്ചാലും നടക്കത്തില്ല, ഒളിയം പെയ്താലും നടക്കത്തില്ല. കാരണം ഈ സാംസ്കാരിക കേരളം അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഓരോ ശബ്ദവും പരിവർത്തനത്തിന് വേണ്ടിയുള്ള ശബ്ദമാണ്. ആ യാഥാർത്ഥ്യം കൊണ്ടാണ് ജനങ്ങളോട് കൂടുന്നത്. അതുപോലെ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച സ്നേഹിതൻ, ഇവിടെ ജാതി വിവേചനമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ച്, 18ാം നൂറ്റാണ്ടിലെ പോലില്ല. അങ്ങനെ ഇല്ലാതായെങ്കിൽ വേടനെപ്പോലുള്ളവർ, അല്ലെങ്കിൽ വേടൻ്റെ മുൻഗാമികളായ പണ്ഡിറ്റ് കറുപ്പനും കുമാരനാശാനും അയ്യാ വൈകുണ്ഠസ്വാമിയും ഒക്കെ പാടിയും പ്രവർത്തിച്ചും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ്.
ആ മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇന്നും ജാതീയമായ വിവേചനങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വേടൻ ഈ പാടുന്നിടത്ത് 10,000 തടിച്ചുകൂടുന്നത്. അതല്ല, അത് തെറ്റാണെങ്കിൽ ആളുകൾ കൂവി ഓടിച്ചേനും, കല്ലെറിഞ്ഞ് ഓടിച്ചേനും. അതിന് പകരം വേടനെ ഒരു നോക്ക് കാണാൻ, അയാളുമായിട്ടൊരു സെൽഫി എടുക്കാൻ, അയാൾക്കൊരു പൂച്ചണ്ട് നൽകാൻ, അയാൾക്കൊരു ഉമ്മ കൊടുക്കാൻ ആളുകൾ മത്സരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ നടന്ന് എത്ര ആക്ഷേപിച്ചാലും ഒരു പ്രയോജനവുമില്ല. അതിവിടെ ചിലവാകാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളോടും പറയാം. കൈരളി ചാനൽ എന്ത് പറയുന്നെന്നുള്ളത് മറ്റ് ചാനലുകളും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങളിഞ്ഞി ഈ സ്ക്രീനിൽ വേടനെ കാണിക്കുമ്പം ഈ കഞ്ചാവ് കേസ് പിടിച്ചോണ്ട് പോയ എക്സൈസുകാരുടെയും പോലീസുകാരുടെയും ഫോറസ്റ്റുകാരുടെയും എല്ലാം പിടിച്ചോണ്ട് പോകുന്ന ആ രംഗം കാണിക്കല്ലേ. വേടനെ സ്വീകരിക്കുന്ന, വേടന് വേണ്ടി കൈയടിക്കുന്ന, ആർത്തട്ടഹസിക്കുന്ന, ആഘോഷിക്കുന്ന ഇന്നത്തെ തലമുറയുടെ ചിത്രം വേണം കാണാൻ. അതാണ് വേടനെ കാണേണ്ടത്. അതുകൊണ്ട് വേടനെ അങ്ങനെ ഒതുക്കി ഒരു മൂലയിൽ ചാരാമെന്ന് ആരും വിചാരിക്കേണ്ട. വേടന്റെ പരിപാടികളുടെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ശ്രീ പി രാമഭദ്രൻ, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പാട്ടുകൾ, ആൾക്കാരെ ആകർഷിക്കുന്ന പാട്ടുകൾ, അത് ക്ഷേത്ര കലകളുമായി യോജിക്കുന്നതല്ല. അത് ക്ഷേത്രങ്ങളുടെ ഗ്രൗണ്ടുകളിൽ പാടാൻ പാടില്ല. അതിനേക്കാൾ നല്ലത് ആൾ കൂടുമെന്ന് കരുതി ക്യാബറെ വെച്ചുകൂടെ എന്നാണ് ഇവിടെ NR മധു ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥകളി അറിയാവുന്നവരോടും അദ്ദേഹത്തിനും അറിയായിരിക്കും. സസൂക്ഷ്മം ഓരോ കഥകളിയിലെയും പാട്ടുകളും അതിനകത്ത് അഭിനയങ്ങളും വാക്കുകളും എല്ലാം ശ്രദ്ധിക്കാൻ പറയണം. അത്രത്തോളം അശ്ലീലതയൊന്നും വേടൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. ഒരു ക്ഷേത്രങ്ങളിലും പാടാൻ പറ്റാത്ത ഒരു പാട്ടും അദ്ദേഹം പാടുന്നില്ല. പരിവർത്തനത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ, മാറ്റത്തിൻ്റെ ശംഖനാദമാണ് അദ്ദേഹം മുഴക്കുന്നത്. ഒരു കലാപത്തിനും ആഹ്വാനം ചെയ്യുന്നില്ല, ഒരു അക്രമത്തിനും പ്രേരിപ്പിക്കുന്നില്ല, ഒരു രാജ്യവിരുദ്ധതയും പ്രചരിപ്പിക്കുന്നില്ല, ഒരു ദേശവിരുദ്ധതയും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളെല്ലാം മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. മാതൃത്വത്തെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, മത്സ്യത്തൊഴിലാളികളെ സ്നേഹിക്കുന്ന, കടലിനെയും വയലിനെയും സ്നേഹിക്കുന്ന, മാനവരാശിയെ സ്നേഹിക്കുന്ന, ദലിതരെ മാത്രമല്ല മുഴുവൻ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളാണ്. അവരുടെ സന്ദേശമാണ്, അവരുടെ വികാരമാണ് വേടൻ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വേടൻ്റെ പാട്ട് കേൾക്കാൻ ആളുകൾ ഓടിക്കൂടുന്നത്. അല്ലെങ്കിൽ ആളുകൾ ഓടിക്കൂടത്തില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണ് മഞ്ചളിച്ച് വാക്കുകളില്ലാതെ ഏതോ ഒക്കെ പിച്ചും പേയും വിളിച്ച് പറയുകയാണ്. ആ ടീച്ചറുടെ ഒരു ഭാഷ കേട്ടില്ലയോ, കഞ്ചാവ് ഓളികളെന്ന്. നമ്മുടെ നാട്ടിൽ അസഭ്യം പറയുന്നവരുടെ ഒരു ഓളി ചേർത്തൊരു വാക്കുണ്ട്. അതൊന്നും ഞങ്ങളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, ഞങ്ങളതൊന്നും ശീലിച്ചതല്ല. കഞ്ചാവ് ഓളികളും ചാരായ ഓളികളും ഒക്കെ എവിടാ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരം അതല്ല. അത് ആദിഗോത്ര ജനതയുടെയോ ദലിതരുടെയോ സംസ്കാരമല്ല. അത്തരം ഭാഷകളൊന്നും അവർ ഉപയോഗിക്കത്തില്ല. പക്ഷേ ഭാഷകരുടെയും ചരിത്രത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവരെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കത്തില്ല, അതിവിടെ ചിലവാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ചർച്ചയ്ക്ക് തുടക്കം വെച്ച സ്നേഹിതൻ പറഞ്ഞതുപോലെ ജാതീയമായുള്ള വിവേചനങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇനിയും മാറാൻ ഒരുപാടുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒരിക്കൽ പ്രസംഗിച്ചതുപോലെ, അതായത് നവോത്ഥാനത്തിൻ്റെ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇരുട്ടറകൾ ഇന്നും ഈ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ ഇരുട്ടറകളിലേക്ക് പ്രകാശകിരണങ്ങൾ പരത്താനുള്ള പാട്ടുകളാണ് വേടൻ നടത്തുന്നത്. അല്ലാതെ ആഭാസ ഗാനങ്ങളല്ല, ആഭാസ നൃത്തങ്ങളല്ല. ഇവിടെ ഷിജു ഖാൻ പറഞ്ഞതുപോലെ പാട്ടുകളുടെയിൽ അദ്ദേഹം നടത്തുന്ന ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ,
ആ അഭിപ്രായ പ്രകടനങ്ങളും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അഭിപ്രായ പ്രകടനങ്ങളാണ്. അല്ലാതെ ആരെങ്കിലും കലാപത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നില്ല. ഒരു മനുഷ്യനും ഒരു ജീവിക്ക് പോലും വേദന ഉണ്ടാക്കുന്ന ഒരു പാട്ടും അയാൾ പാടുന്നില്ല. പിന്നെ അയാൾ ഒരു ചെറിയ ലോകത്തൊരു മൂലയിലിരുന്ന് പാടിക്കൊള്ളണം, ഞങ്ങൾ എഴുതിത്തരുന്ന വരി പാടിക്കൊള്ളണം. അതുകൊണ്ട് ഗോത്രക്കാരുടെ പാട്ടുകളൊക്കെ പാടിയാൽ മതി. തമ്പുരാനെ തമ്പുരാനെ എന്നുള്ള പാട്ട് പാടിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആസാമിച്ചെന്ന് പറഞ്ഞാൽ മതി. അതിവിടെ നടക്കുന്ന കാര്യമല്ല. അക്കാഡമിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഡോക്ടർ വിനീത വിജയൻ പറയും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനോ സാമുദായിക ധ്രുവീകരണത്തിനോ ആളുകളെ സംഘർഷത്തിലേക്ക് നടക്കുന്നതിനോ ഞങ്ങൾ ആരും ശ്രമിക്കുന്നില്ല. വലിയ അർത്ഥത്തിൽ ദളിത് വിഭാഗങ്ങൾ ഈ നാടിൻ്റെ ഉദ്യോഗസ്ഥ ഭരണ നിർവഹണങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന് മിഥുൻ വിജയകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നാണോ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണോ ശ്രീ പി രാമഭദ്രൻ ഉദ്ദേശിച്ചത്? അല്ല, അദ്ദേഹം പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. ഞങ്ങളുടെ ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. ആ ഉയർന്നു വരുന്നതുണ്ടല്ലോ ഗർഭശ്രീമാന്മാരല്ല, ആരുടെയെങ്കിലും ദയാദാക്ഷിണ്യം കൊണ്ട് സ്വർണ്ണ തളികയിലെടുത്ത് വെച്ച് തന്നതല്ല. കഠിനാധ്വാനങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, ദുരിതങ്ങളിലൂടെ ജാതി കോട്ടകളെ വെട്ടിമുറിച്ചുകൊണ്ട് ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ച് വളർന്ന് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കി തന്ന ഭരണഘടനാപരമായ അവകാശങ്ങളിലൂടെ ആ ഭരണഘടനാ അവകാശങ്ങളെ മുറുകെ പിടിക്കുന്ന പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരികളുടെ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ആരുടെയും സൗജന്യത്തിനല്ല. KR നാരായണൻ ഗോൾഡ് മെഡലിസ്റ്റായിട്ടും തിരുവിതാംകൂർ ജോലി കൊടുത്തില്ല. അതിനെയൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. അല്ലാതെ ആരും സൗജന്യമായിട്ട് നൽകിയതല്ല, പോരാടി നേടിയെടുത്താണ്. ഞങ്ങളുടെ ഓരോ ആളുകളുടെയും ഓരോ വളർച്ചയും തീക്കണലിൽ നിന്നുള്ളതാണെന്ന്, രക്തത്തിൽ നീന്തി കുടിച്ചുണ്ടായതാണ്. അല്ലാതെ ആരുടെയെങ്കിലും സൗജന്യത്തിൽ, ദയാദാക്ഷിണ്യത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഞങ്ങളുടെ ആളുകളായിട്ടില്ല. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. മിഥുൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജാതിയിലേക്കും അതിൻ്റെ വർഗപരമായ സ്വഭാവങ്ങളെയും അതിനെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിക്കുന്നതിലേക്ക് തന്നെയാണ് ഈ ചർച്ച പോകുന്നത്. കാരണം ശശികലയും NR മധുവും ഒക്കെ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾ അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവരൊക്കെ നിരീക്ഷിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഇവിടെ ശശികലയോ അല്ലെങ്കിൽ മധുവോ അടക്കമുള്ളവർ പറയുന്നത് അവരുടെ വാക്കുകളല്ല, അത് ആരുടെയൊക്കെയോ വാക്കുകളുടെ പ്രതിനിധീകരണം കൂടിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയോ ചിന്തകളുടെ പ്രതിനിധീകരണം കൂടിയാണ്. അവർക്ക് ഇന്ത്യയിൽ ഇന്ന് അധികാര സംബന്ധിയായി വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനോട് ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്, അത് അനിവാര്യവുമാണ്. ഞാൻ ചോദിക്കുന്നത്, പൂണൂലിട്ട അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ ഒരു BJPയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രമുഖ നടൻ സുരേഷ് ഗോപി പറയുമ്പോൾ അതിൽ ഒരു അസ്വസ്ഥതയും ഒരു വിമർശനവും ശശികലയ്ക്കും മധുവിനും അടക്കമുള്ള സംഘപരിവാറിന് ഉണ്ടായില്ല മിഥുൻ. അപ്പോൾ ആരാണ് ജാതിയെ തലയിൽ വെക്കുന്നത്? അല്ല, ബ്രാഹ്മണർ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനാകണമെന്ന് സുരേഷ് ഗോപിക്ക് പേഴ്സണലി ചിന്തിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ അത് ജാതിയല്ല. പിന്നെ എങ്ങനെയാണ് റാപ്പർ വേടൻ ജാതിയെ പ്രകീർത്തിക്കുന്ന 18ാം നൂറ്റാണ്ടിൻ്റെ പാഴ്വസ്തുക്കളെ പ്രകീർത്തിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞത്? അല്ല, വേടൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ എങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പല വിഷയങ്ങളും നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് നമുക്ക് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ സ്റ്റുഡിയോയിലൊന്നും അല്ല, ഞാൻ ഒരു സൂമിലാണ് വരുന്നത്. അപ്പൊ എന്റെ വോയിസ് താങ്കളുടെ വോയിസിന് താഴെ ഇരിക്കും, അപ്പൊ താങ്കൾ ഇടപെടാതിരിക്കുക ഞാൻ പറയുമ്പോൾ. ഇവിടെ പല കാര്യങ്ങളെയും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് കൊണ്ടുപോകാൻ നോക്കിയത്. അതായത് ഇന്ന് നേടിയെടുത്ത അവരുടെ വിജയങ്ങളെല്ലാം തന്നെ, നേട്ടങ്ങളെല്ലാം തന്നെ പോരാട്ടത്തിന്റെ ഒരു ഫലമായിട്ടാണ് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞു. അതിനോട് ആർക്കും ഒരു വിയോജിപ്പില്ല. പക്ഷെ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു തലത്തിൽ, അതായത് ഇവിടെ എക്കണോമിക് ഡിസ്പാരിറ്റി ഉള്ള ഉയർന്ന ജാതി എന്നൊക്കെ അല്ലെങ്കിൽ സവർണർ എന്നൊക്കെ താങ്കളെപ്പോലുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്ന എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ ഇൻകം ഡിസ്പാരിറ്റി വലിയ രീതിയിലുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ മെട്രിക്സ് ഒക്കെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഇവിടെ ആരെങ്കിലും ഒരു പോരാട്ടത്തിന്റെ വീര്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പോരാട്ടം നടത്തിയിട്ടല്ല അത് ഇതൊക്കെ നേടിയെടുത്തതെന്നോ തേഞ്ഞുണങ്ങിയ എന്ന രീതിയിൽ ഒരു ചിന്തയുടെ ആവർത്തനമാണ് ഇപ്പോ പറഞ്ഞത്. അല്ല, ഞാൻ പറയാം, ഞാൻ കാരണം ശശികലയുടെ ഒരു കാര്യത്തിലേക്ക് ദളിതൻ വരാം. അനുഭവിക്കുന്ന പ്രശ്നം അത്രയേറെ ഭീകരമാണ്. കേട്ടില്ല, എന്താണ്? ഒരു ദളിതൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, താങ്കളിപ്പോൾ പറഞ്ഞു സവർണ വിഭാഗങ്ങളിൽപ്പെട്ടവർ ദുരിതം അനുഭവിക്കുന്നില്ലേ എന്ന്, അത് മറ്റൊരു വിഷയമാണ്. അതൊരു തേഞ്ഞുണങ്ങിയ വാദത്തിൻ്റെ പുനരാവർത്തനമാണ്. ഒരു ദളിതൻ അനുഭവിക്കുന്ന വിഷയം, ദളിതൻ അനുഭവിക്കുന്ന സ്വത്തുപരമായ സംഘർഷങ്ങൾ ഈ സമൂഹം സൃഷ്ടിച്ച് അവനിലേക്ക് ഇട്ടുകൊടുത്തത്, അത് അനുഭവിക്കുന്നത് ഭീകരമാണ്. നമ്മൾ ഒക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സംവരണം അടക്കമുള്ളവ കോശങ്ങളിൽ പോലും അധ്വാനിക്കുന്ന ആ ജനവിഭാഗത്തിൻ്റെ ഉള്ളിലേക്ക്, കോശങ്ങളിലേക്ക് പോലും കുത്തി നിറച്ച ചില വിഷങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമൂഹത്തെ ഒന്നാകെ വരിയുടക്കപ്പെട്ടതിൽ നിന്നാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് പറയണം, അത് പറയും. അത് മറ്റൊരു വിഭാഗത്തിൻ്റെ ദാരിദ്ര്യവുമായി കൂട്ടിക്കെട്ടാനാകില്ല മിഥുൻ. ഇനിയുള്ള എന്റെ സമയം താങ്കൾക്ക് സംസാരിക്കാൻ ഞാൻ അനുവദിച്ചു തരണോ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ അതിനുള്ള സമയം അനുവദിച്ചു തരുമോ? ഒരു ജനാധിപത്യപരമായിട്ട് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു, അതിലേക്ക് താങ്കൾ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അതിനുള്ള സമയം അനുവദിക്കേണ്ട ഒരു മര്യാദ താങ്കൾക്കുണ്ട്, അത് താങ്കൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും. ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്തു കുറെ കാലം. അത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആണ്, അതൊക്കെ മറക്കേണ്ട സമയം വരുന്നു എന്ന് വലിയ പുരോഗമനവാദികളൊക്കെ പറയുന്നുണ്ട്. മുഗൾ വംശത്തിൽപ്പെട്ടവർ ഇന്ത്യയെ ചൂഷണം ചെയ്തു, കൊള്ളയടിച്ചു. ഇന്ത്യയുടെ GDP തന്നെ വലിയ രീതിയിൽ താഴേക്ക് വന്നു. അതും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആയി കാണുന്നില്ല, ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആയിട്ട് കാണണ്ട. അത് പണ്ട് കാലത്ത് നടന്ന കാര്യമാണ്. അവരിപ്പം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ആ ചൂഷണം ചെയ്തവരൊക്കെ നമ്മൾ ക്ഷമിക്കണം. ഇന്ന് നമ്മൾ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാം, ഒന്നിച്ചൊരു സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആണ് എന്ന കോൺസെപ്റ്റിലേക്ക് ചിന്തിക്കണം എന്ന് ഇടത്തു നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് മുൻകാലത്ത് ഈ പറയുന്ന പോലെ സവർണർ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് എന്താ ഈ ക്ഷമ അവർക്ക് നിങ്ങൾക്ക് നൽകാൻ പാടില്ലേ? അവരെ ഒരു കാലത്തും ഈ പറയുന്ന പോലെ അന്ന് ചെയ്ത ഈ പറയുന്ന ആൻസെസ്ട്രൽ ഇഷ്യൂസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ട് അതിന് ഒരു കാലത്തും മാപ്പ് കൊടുക്കില്ല, അതൊരു കാലത്തും മാപ്പ് അർഹിക്കാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വരും തലമുറയ്ക്ക് പോലും ഇങ്ങനെ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല, ഞാൻ എടുത്ത കറക്റ്റായ ഒബ്സർവേഷൻ ആണ്. താങ്കൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ താങ്കൾ ശ്രീ മിഥുൻ, അതൊരു ഒബ്സഷനാണ്. കാരണം താങ്കൾ പറഞ്ഞതിൽ തന്നെ അതുണ്ട്. കാരണം മുഗൾ രാജാക്കന്മാരുടെ ചൂഷണങ്ങളെ താങ്കൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റി, എന്തുകൊണ്ട് ഹിന്ദു രാജാക്കന്മാരുടെ ചൂഷണങ്ങളെ താങ്കൾ അഡ്രസ്സ് ചെയ്തില്ല? അപ്പോൾ താങ്കളുടെ ചിന്താഗതി പോലും മറ്റു രീതിയിലാണ്. അത് തിരിച്ചു വെക്കേണ്ടതുണ്ട്. താങ്കളുടെ പ്രശ്നം എന്താ ഞാൻ പറയട്ടെ, താങ്കളുടെ ഫണ്ടമെന്റൽ ഇഷ്യൂ എന്താ അറിയോ? ഹിന്ദു, മുസ്ലിം, ദളിത്, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ ഇതിനെ എല്ലാവരും ഒരു ഈക്വാലിറ്റി താങ്കൾ താല്പര്യമില്ല. മിഥുൻ പിന്തുണയ്ക്കുന്നവരുടെ ആശയത്തിനും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇതിലേക്ക് ജാതി കലർത്താതെ എത്ര സംസാരിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം താങ്കൾ ജാതി അങ്ങനെ പറ്റില്ല. ഇവിടെ ജാതി പറഞ്ഞാണ് വേടനെ ആക്ഷേപിക്കുന്നത്, കഞ്ചാവോളികൾ എന്ന് വിളിക്കുന്നതും. എനിക്ക് ഉത്തരം പറയണം. ഞാൻ പറയൂ. ഇനി ശശികലയുടെ വിഷയത്തിലേക്ക് വരാം. ശശികല ഇവിടെ പറഞ്ഞ പാട്ടിന്റെ കാര്യമാണല്ലോ, വേടന്റെ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ചില പാട്ടുകളുണ്ട്, അത് അവര് അങ്ങനെ പാടിയാൽ മതി എന്നൊക്കെ ഇവിടെ ഒരു പാനലിസ്റ്റ് പറയുകയുണ്ടായി. അത് ആസാമിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അധികം ആസാമിലേക്കൊന്നും പോകണ്ട. ഇവിടെ കനകക്കുന്നില് ദളിതരെ പിണറായി വിജയന്റെ സർക്കാർ പ്രദർശിപ്പിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് ആരൊക്കെ പ്രതികരിച്ചു? അന്ന് ഈ പറയുന്ന പാനലിൽ ആരൊക്കെ പ്രതികരിച്ചു? പിണറായി വിജയൻ ഫാസിസ്റ്റ് ആണെന്ന് ഒരാളെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഇല്ല. താങ്കൾ വേടന് പൂച്ചണ്ടോ വിളിച്ചു പറയണോ? എന്തോ ഒരു വർത്തമാനമാണ്. എന്താ പിന്നെ ആരാ പറയണ്ടേ? എന്താണ് ഫാസിസ്റ്റ് പ്രവണത കാട്ടിയത്? അല്ല, കനകക്കുന്നിൽ കേരളീയത്തിന്റെ പരിപാടിയിൽ ദളിതരെ പ്രദർശിപ്പിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. താങ്കൾക്ക് അതറിയോ? ഒരു ലിവിംഗ് മ്യൂസിയം എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതാണ് ദളിതരുടെ സംസ്കാരം എന്ന രീതിയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ പോലും കാണിക്കാത്ത രീതിയിൽ പിണറായി വിജയന്റെ സർക്കാർ കാണിച്ചിരുന്നു. അതിനെതിരെ ആരൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഒബ്സഷനുകളാണ് താങ്കളുടെ ഒബ്സർവേഷനിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ ഒരു ഗോത്ര വിഭാഗത്തിന്റെ അവർ പിന്തുടർന്ന ഘടകങ്ങളെ കാണിക്കുന്നതാണോ അതൊരു അസ്വസ്ഥമാകുന്നത്? പക്ഷേ അവർ ഇന്നതേ പാടാവൂ എന്ന് കൽപ്പിക്കുകയും അവർ കൊണ്ടു നടക്കുന്ന കലകളെ ആക്ഷേപിക്കുകയും അതിനെ ക്യാമറയുമായി താരതമ്യം ചെയ്തൊക്കെ സംസാരിക്കുകയും അത് ക്ഷേത്രങ്ങളിൽ പാടേണ്ടതല്ല എന്ന് പറയുന്നതല്ലേ അസ്വസ്ഥപ്പെടുത്തേണ്ടത് മിഥുൻ?
നോക്കൂ, ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അവിടെ എങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കും, അവിടെ അസഭ്യമായ വാക്കുകൾ അതാണ് രാമഭദ്രൻ സാർ ചോദിച്ചത്. കഥകളിയിൽ അടക്കമുള്ള അശ്ലീല പ്രയോഗങ്ങളില്ലേ, അതെന്താണ് നിങ്ങൾക്ക് അസ്വസ്ഥമാകാത്തതെന്ന് രാമഭദ്രൻ സാർ ചോദിച്ചു. പിണറായി വിജയനെ പറഞ്ഞാൽ പൊള്ളും. പിണറായി വിജയനെ ഞാൻ ഒരേ പ്രകാശല നോക്കുന്നത്. ഞാൻ പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാണ്. മുത്തപ്പന്റെ നിവേദ്യം കള്ളും കടലയുമാണ്. അല്ല, അതുപോലെ തന്നെ കോഴിയും ചോരയും ഉള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ അസഭ്യം പറയാമെന്നുണ്ടോ എല്ലാ അമ്പലത്തിലും കയറിയിട്ട്? കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലില്ലേ? അപ്പോൾ ഓരോ ആചാരങ്ങളും അതിൻ്റെതായ രീതിയിലുണ്ട്. അതിനെല്ലാം ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. താങ്കൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ കൾച്ചറിനെ മനസ്സിലാക്കാതെ, എന്താ പറയാ, അവരുടെ ഒരു സംസ്കാരം, ഓരോ ക്ഷേത്രത്തിനും ഓരോ സംസ്കാരമുണ്ട്, അതിനൊക്കെ തന്നെ ഒരു ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. താങ്കളുടെ സെക്യുലർ സ്ഥലങ്ങളിൽ വന്നിട്ട് ആരും മതം സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ താങ്കൾ ഈ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സെക്യുലറിസം സംസാരിക്കുന്നത്, എനിക്ക് അതാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ ഒബ്സഷൻ സെക്യുലറിസം അല്ലല്ലോ ഇവിടെ. ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്നു. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അതിനെ വേർതിരിവോടുകൂടി കാണുന്നു എന്ന് പറയുന്നതല്ലേ മിഥുൻ? അതല്ലേ ഇവിടുത്തെ വിഷയം. വേടൻ ഇന്നതേ പാടാവൂ എന്ന് പറയുന്ന എടുത്ത് എങ്ങനെയാണ് താങ്കൾ അത് മറ്റ് സർക്കാരിന്റെ സംവിധാനങ്ങളുമായി കമ്പയർ ചെയ്യുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തെ, താങ്കൾക്ക് ഇവിടെ പിണറായി വിജയനെ പറയുമ്പോൾ എത്ര പൊള്ളുന്നു? ശശികല എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ശശികല പറഞ്ഞ എനിക്ക് മടിയില്ല. താങ്കൾ പറയുന്ന വസ്തുതാ വിരുദ്ധതയാണ് ഞാൻ അല്ലല്ല, അങ്ങനെ തിരിച്ചെത്തണ്ട. എനിക്ക് ഉത്തരം തന്നിട്ട് പോയാൽ മതി. പറയൂ, പെട്ടെന്ന് പറയൂ. മന്ത്രി രാധാകൃഷ്ണൻ പോലും വിമർശിച്ച കാര്യമാണ് കേരളത്തിൽ നടന്ന ആ ഒരു പ്രദർശനം. അതിനെ താങ്കൾക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല. താങ്കൾ പറയണം എനിക്ക് ഒബ്സഷൻ ആണെന്ന്. അപ്പൊ താങ്കൾക്ക് കേരളത്തിന്റെ ചരിത്രം എത്രത്തോളം അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ശശികലയുടെ കാര്യം പറഞ്ഞു, ഒരുപാട് ചർച്ചകൾ നടന്നല്ലോ. കുറെ പേര് പറഞ്ഞു പോയല്ലോ, അവർക്ക് മറുപടി വേണ്ടേ? എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണ്ടേ? അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ശശികലയുടെ വാക്കുകൾ വിഷമാണെന്ന് പറയുന്ന ഇവിടെ മറ്റൊരു പാനലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ജമ്മുവിലെ ആസിഫയുടെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നന്നായി വേദനിച്ചു. ആസിഫയുടെ കാര്യത്തിൽ ഓരോ ഇന്ത്യനും വേദനിച്ചു. അതിൽ അവർ സംഘപരിവാർ അല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. ആസിഫയുടെ കേസിൽ പിടിക്കപ്പെട്ട ഒരു സംഘപരിവാർക്കാരന്റെ പേര് പറയോ? അതിൽ സാഞ്ചിറാം എന്നൊരു റിട്ടയർഡ് റവന്യൂ ഓഫീസർ പിടിക്കപ്പെട്ട എനിക്കറിയാം. വിശാൽ ജങ്കോത്ര എന്ന സാഞ്ചിയുടെ മകൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ മറ്റ് മുൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെ എന്ത് ആംഗിളിലാണ് ഇവർ സംഘപരിവാർകാരാക്കിയത്? ഹിന്ദു പേരുകളാണ് പ്രശ്നം. ഹിന്ദു പേരുകൾ വന്നു കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ ടാഗ് താങ്കൾ കൊടുക്കണം അവിടെ. അത് മനസ്സിലാക്കണം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ പേരൂർക്കടയിൽ ഒരു ബിന്ദു ഉണ്ടായിരുന്നു. ബിന്ദുവിനെ പിണറായി വിജയന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ചൂഷണം ചെയ്താൽ അതിന് ആരും റാപ്പ് എഴുതില്ല. അതിനെക്കുറിച്ച് റാപ്പൊന്നും നമുക്ക് പറയണ്ട. പക്ഷെ അതിനെക്കുറിച്ച് അതിനെതിരെ കൃത്യമായി നടപടിയെടുത്തു. അതിനെതിരെ ആസിഫയുടെ കേസിൽ നടപടി ഉണ്ടായി. എവിടെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അത് മാത്രമല്ല, അതിനകത്ത് നടന്ന വീഴ്ചകളൊക്കെ വീണ്ടും പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിന്റെ സമയം പോകും. ഓക്കെ മിഥുന്റെ വാദങ്ങൾ വ്യക്തമാണ്. ഇതിനിടയിൽ സെക്കൻഡുകൾ ഇപ്പോ കോഴിക്കോട് ഒരു പരിപാടി നടക്കുകയാണ്. ഈ വിമർശനങ്ങൾക്കിടയിലും വലിയ ജനസഞ്ചയത്തിന് മുമ്പിലാണ് ഇപ്പോൾ വേടൻ അങ്ങനെ പാടി തിമർക്കുന്നത്. അത് നോക്കൂ, അതൊന്ന് കാണാം. ശരി. തീർച്ചയായും വിനീതയ്ക്ക് ഉള്ള ചോദ്യത്തിനോട് മറുപടി തന്നെ പറയാം. മിഥുനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ജാതിയൊക്കെ പഴയ കഥയല്ലേ, ഇപ്പോഴിങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള അതിശയം കൂറലുകൾ കണ്ടിട്ടുള്ള അത്ഭുതം കൊണ്ട് ചോദിക്കുകയാണ്. ബ്രാഹ്മണൻ ഒഴികെ എന്നുള്ള ഒരു വിവാഹ പരസ്യം, വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു, ബ്രാഹ്മണൻ ഒഴികെ എന്നുള്ള ഒരു പരസ്യം നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ എടുത്ത് കാണിക്കാമോ? വീട്ടുജോലിക്ക് മുതൽ വിവാഹാലോചനകൾക്ക് വരെ SC ST ഒഴികെ എന്നുള്ള ആയിരക്കണക്കിന് പത്രക്കുറിപ്പുകൾ ഞാൻ മിഥുന്റെ മുമ്പിൽ ഇട്ട് തരാം. ജാതി ഇല്ല എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഞാൻ ഇട്ടുതരാം. ജാതി ബോധം ഒളിച്ചു പിടിച്ച പൂച്ച നഖങ്ങൾ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ജാതി ഇല്ല എന്ന്, ജാതിയുടെ പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് പത്രങ്ങളിൽ എല്ലാ സമുദായങ്ങളും ജാതികളുമാകാം, ദളിതരൊഴികെ എന്ന പരസ്യം ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബ്രാഹ്മണൻ ഒഴികെന്നോ മറ്റേതെങ്കിലും സമുദായം ഒഴികെന്നോ പറഞ്ഞിട്ടില്ല. അതാണ് ജാതി നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ജാതി സ്വയമായി
ജാതി സ്വയമായി നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷേ അവന്റെ ജാതി അടയാളപ്പെടുത്തുന്ന ആരാണ്? മകളുടെയോ മകന്റെയോ വിവാഹാലോചന വരെയോ കേരളത്തിലെ പുരോഗമന ബോധ്യമുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജാതിവാദികളാക്കി ഞങ്ങളെ മാറ്റുന്നത് ജാതി വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ്. മിഥുനെ പോലെയുള്ള ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നിങ്ങൾ ആസിഫയിലേക്കല്ലേ പോയത്? അവർ പറയുന്ന സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്ത സുഹൃത്ത് പറയാമോ? അവർ സംഘപരിവാറല്ല. നരേന്ദ്രമോദിക്ക് പോലും സംരക്ഷിക്കപ്പെടാൻ പറ്റാതെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്ന സംഘപരിവാറുകാരാണ് അവർ. നരേന്ദ്രമോദിയുടെ സംരക്ഷണ കവചങ്ങൾക്ക് പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഇന്ത്യൻ നീതി വ്യവസ്ഥയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്ന സംഘപരിവാറുകാരാണ് ആസിഫിനെ കൊന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് പകൽ പോലെ വ്യക്തമാണ്. നിങ്ങൾക്കത് വ്യക്തമായില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താക്കളായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇഷ്ടക്കാരായിട്ടുള്ള നിങ്ങൾക്ക് പലസ്തീന്റെ കൊടി പൊതിച്ചിട്ടുള്ള വേടനെ കാണുമ്പോൾ ഹാലിളകും. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന വേടനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹാലിളകും. ഞാൻ സംഘപരിവാറിന്റെ വക്താക്കളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ശശികലയെ ആയിക്കോട്ടെ മിഥുൻ വിജയകൃഷ്ണനെ ആയിക്കോട്ടെ ഞാൻ ഈ വേദിയിൽ ഇരുന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നു. വേടന്റെ പാട്ടിൽ നിന്ന് ഒരു വാക്കോ വരിയോ നിങ്ങൾ പറയുന്ന വിഘടനവാദം, നിങ്ങൾ പറയുന്ന സാമൂഹ്യ സമന്വയത്തിനെതിരായിട്ടുള്ള ഒരു വാക്കോ വരിയോ നിങ്ങൾക്ക് വേടന്റെ പാട്ടുകളിൽ നിന്ന് എടുത്തു കാണിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംഘപരിവാറിന്റെ വക്താക്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വിഘടനവാദമെന്നും ഭീകരവാദമെന്നും പറഞ്ഞ് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വരെ ഇളക്കി വിട്ടിട്ട് നിങ്ങൾ വേടനെതിരെ കോപ്പ് കൂട്ടുന്നുണ്ടല്ലോ. ഒരു വാക്കോ വരിയോ വേടന്റെ പാട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വാക്കോ വരിയോ വേടന്റെ പാട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അടിസ്ഥാനപരമല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ അവന്റെ പ്രതിഭ കൊണ്ട് മാത്രം അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ വേഷം കെട്ടലുകളുണ്ടല്ലോ, ഈ വാക്കുകൾ കൊണ്ടുള്ള ഈ അമ്പയങ്ങളുണ്ടല്ലോ, ഇതൊന്നും കേരളീയ പൊതുസമൂഹം ഡോക്ടർ ഷിജു ഖാൻ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് മറ്റൊരു വലിയ സ്വഭാവത്തിലാണ്. കാരണം വർഗപരമായ ഉള്ളടക്കം അതിലുണ്ട്. കാരണം അധ്വാനിക്കുന്നവന് വേണ്ടി, കറുത്തവന് വേണ്ടി, കാരണം ഏത് മതമോ ജാതിയോ എടുത്തുകൊള്ളട്ടെ, ഈ ചൂഷണങ്ങളുടെ ദുർമേധസ്സില്ലാത്ത ഏക കോശങ്ങളുള്ള മനുഷ്യർ ദളിതർ തന്നെയാണ്. കാരണം അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്തിട്ടുള്ളൂ, അവരാരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതാണ് സോഷ്യോളജിക്കലും ജാതീയപരമായും ഒക്കെയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനതയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആധുനിക ജനാധിപത്യത്തിൽ കടമയാണ്. അവരെ ഒളിഞ്ഞിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂച്ച നഖം ഒളിപ്പിച്ചതുപോലെ ആക്രമിക്കുന്ന രീതി അത് അനുവദിക്കാനാകുന്നില്ല. അത് ശശികലയുടെയും മധുവിൻ്റെയും വാക്കുകളിലുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ ബുദ്ധിജീവികളുടെ പ്രതിനിധിയായാണ് മിഥുൻ ഇവിടെ ആവർത്തിക്കുന്നത്. ഷിജു ഖാൻ, ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ നമുക്ക് പറയാൻ പോലുമാകാത്ത പദപ്രയോഗങ്ങൾ ഒരു കലാകാരനെതിരെ പരസ്യമായി അസഭ്യവർഷം നടത്തുന്ന നിലപാടാണ് സംഘപരിവാറിൻ്റെ സൈദ്ധാന്തികർ എന്ന് അവകാശപ്പെടുന്നവർ ചെയ്യുന്നത്. ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ എനിക്കത് റഫർ ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും അസഭ്യം നിറഞ്ഞ പദപ്രയോഗങ്ങൾ അവർ ഒരു കലാകാരനെതിരെ ചൊരിയുകയാണ്. ഇത് കേരളത്തിലെ സംഘപരിവാർ ദീർഘകാലാടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട പ്രശ്നമായിട്ട് ഇത് മാറും. ദീർഘകാലാടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട പ്രശ്നമായി മാറും. രണ്ട്, ഇപ്പം ലോകത്തിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ സംഗീത ചരിത്രം പരിശോധിച്ചാൽ ബോബ് മാർലിയെ പോലെ ജമൈക്കൻ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ നേതൃത്വമായി മാറി ലോകത്തിൻ്റെ മുന്നിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ രാഷ്ട്രീയ പോരാട്ടമായി സംഗീതത്തെ വളർത്തിയ ബോബ് മാർലിയെ പോലുള്ളവരുടെ ഒരു വലിയ ചരിത്ര പാരമ്പര്യം നമ്മുടെ സംഗീതത്തിനുണ്ട്. ആ സംഗീതം കൊട്ടാരങ്ങളിലെയും അതോടൊപ്പം ആ സംഗീതം വലിയ കോട്ടകൊത്തളങ്ങളിലെയും സൗകര്യങ്ങളുടെ സംഗീതമല്ല. അത് കറുത്ത വർഗക്കാരൻ്റെ ജനകീയ പോരാട്ടത്തിൻ്റെ ജിഹ്വകളായ സംഗീതത്തിൻ്റെ ഒരു ധാരയുണ്ട്. അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. രണ്ട് ഞാൻ ചൂണ്ടിക്കാം. രണ്ട്, ഇപ്പോ പറയാം ശ്രീ അജിംഷാദ്, നിങ്ങൾ ഒരു മണിക്കൂർ കൂടി ചർച്ച നീട്ടിവെക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ വേടന്റെ പാട്ടിനെ
ഏറ്റെടുക്കുന്നതും സദസ്സുകളിൽ നിന്ന് സദസ്സുകളിലേക്ക് ഒരു പ്രവാഹം പോലെ അത് പടർത്തുന്നതും ഞാൻ ഉറപ്പിച്ചു പറയാം കേരളത്തിലെ എല്ലാ ജാതി മത സമുദായങ്ങളിലും പെട്ട കലാസ്നേഹികൾ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ശ്രീ രാമഭദ്രൻ സാറിനെയും ശ്രീമതി വിനീത വിജയനെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിലെ എല്ലാ മത ജാതി സമുദായങ്ങളിലും പെട്ട മനുഷ്യർ ഈ കലയെ, ഈ സംഗീതത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് സംഘപരിവാറിനൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഈ സംഗീതത്തിന്റെ ഈ വരവിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇത് തടഞ്ഞു നിർത്തുന്നവരെ തള്ളി മാറ്റിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകും. പിന്നെ പേരൂക്കട പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് മിഥുൻ നിങ്ങൾ കാണുന്നത്? പേരൂക്കട പോലീസ് സ്റ്റേഷനിൽ സംഭവത്തെ ഞങ്ങൾ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട്, ഒരു വരി കൊണ്ട് ജസ്റ്റിഫൈ ചെയ്തോ? ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞവരാ, ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞവരാ. അവിടെ മാനസിക പീഡനം അനുഭവിച്ച എന്റെ നാട്ടുകാരിയാ, നെടുമങ്ങാട് പനവൂരുകാരിയാ. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവർക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് അവർക്ക് ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ഇവിടെ അസഭ്യ വർഷത്തിനിരയായ വേടനൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? അസഭ്യ വർഷത്തിനിരയായ വേടനൊപ്പം ഒരു ദളിതന്റെ അപമാനത്തിന്റെ പീഡനത്തിന്റെ വേദനയ്ക്കൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബിന്ദുവിനൊപ്പമാണ്. ഞങ്ങള് ആ പീഡനം നടത്തിയ പോലീസുകാർക്കെതിരാണ്, ആ സിസ്റ്റത്തിനെതിരാണ്. ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇതിലെ വരികൾ, ഓരോ വരികളും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതുകൂടി ചർച്ച ചെയ്യണം. രാഷ്ട്രീയ പ്രശ്നം മാത്രം പോരാ, ഇതിലെ വരികളെല്ലാം, ഓരോ വരികളും നിങ്ങൾ എടുക്കണം. മഹാനായ അയ്യങ്കാളിയെ കുറിച്ചുള്ള വരികളുണ്ട്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ, ആ കല്ലുകൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞേ, ആ കല്ലുപെറിക്ക് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടിയേറിപ്പായുമ്പോൾ എന്നുടെ തലപ്പാവിനെന്ത് തിളക്കം. വില്ലുവണ്ടിയിലേറിപ്പോയ മഹാനായ അയ്യങ്കാളി, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആ കല്ലുകൊണ്ട് പാത വിരിച്ച് പട നയിച്ചു പോയ മഹാനായ അയ്യങ്കാളിയെ കുറിച്ചുള്ള വരികളൊന്ന് മനസ്സിലായിക്കൊള്ളാം. അങ്ങനെ പട നയിച്ചു പോയവരുടേതാണ് നവോത്ഥാനത്തിന്റെ മണ്ണാണ് കേരളം. ഈ ശശികലയെയും ഈ പിന്നെ അതോടൊപ്പം മധുവിനെയും പോലുള്ള കോമാളിത്തരങ്ങളുണ്ടല്ലോ, അതിനോടൊപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവരെയൊക്കെ തള്ളി നീക്കി പോകും ഈ കേരളം എന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചാൽ കൊള്ളാം. വേടന്റെ പാട്ടുകൾ ചർച്ച ചെയ്യുന്നത് നാട്ടിൻ പുറത്തിന്റെ പ്രശ്നം മാത്രമല്ല. തീർച്ചയായും ശ്രീ പി രാമഭദ്രൻ ഒരു കാര്യം കൂടി, അതായത് ബ്രാഹ്മണന്റെ പൂണൂല് അടുത്ത ജന്മത്തിടണമെന്ന് ആശിക്കുന്നതും പറയുന്നതും ജാതീയതയല്ല, അത് വ്യക്തിപരമായ ആഗ്രഹമാണ്. മറിച്ച് വേടൻ പറയുന്ന രാഷ്ട്രീയം 18-ാം നൂറ്റാണ്ടിൽ പഴകി ദ്രവിച്ചതാണ്. അതിപ്പോൾ ആവർത്തിക്കുന്നത് ജാതീയതയെ പ്രഘോഷിക്കുന്നതാവും. ഈ വൈരുദ്ധ്യം താങ്കൾ ശ്രദ്ധിച്ചോ പി രാമഭദ്രൻ? പെട്ടെന്ന് ചുരുക്കി. ഞാനത് ശ്രദ്ധിച്ച് അജിംസാദ് ഇതിനകത്ത് കയറി മുറുകെ വിട്ടേരത്, ആ കേസ് വിട്ടേര്, അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഒരു കാരണവശാലും നമുക്കറിയാതെ എല്ലാവരും ഒരു പടി സുരേഷ് ഗോപി നമ്മുടെ കെട്ടി പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിക്കെതിരെ സംസാരിച്ചോ? വേടൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. വളരെ വ്യക്തമായ ചോദ്യമാണ്. താങ്കൾ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് വേടനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. വേടനെ ഇക്വേറ്റ് ചെയ്ത് നേരെ പാലസ്തീനിലേക്ക് പോകുന്നു. പാലസ്തീൻ നമ്മൾ സിറിയയിലേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ അട്ടപ്പാടി മധുവിനെ കുറിച്ച് പറയില്ല. നമ്മൾക്ക് പേരൂർക്കട ബിന്ദുവിന്റെ പേരും മിണ്ടാൻ പാടില്ല. കനകക്കുന്നിൽ കാണിച്ച തോന്നിവാസം മിണ്ടാൻ പാടില്ല. നിങ്ങളിവിടെ സംഭവവും വേടൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു ജാതി അവർക്ക് ആരും ഇവിടെ ആരും അതിനെ അനുകൂലിക്കുന്നില്ലല്ലോ. ഗോവിന്ദൻ മാഷ് പോലും അനുകൂലിക്കുന്നില്ല. വിനീത വിജയൻ എന്തോ പറയുന്നു. വിനീത, നമുക്ക് ചർച്ച വൈൻഡപ്പ് എല്ലാ അധികാരം വിനീത വിജയൻ അധികാരം ഉപയോഗിച്ച പ്രൊഫഷണൽ SI തൊപ്പി ഊരി വെച്ച് വീട്ടിയിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ അധികാരം ഉപയോഗിച്ച SI ഉണ്ടല്ലോ, പ്രൊഫഷണൽ SI, അയാള് തൊപ്പി ഊരി വെച്ച് വീട്ടിയിരിക്കുക. തൊപ്പി ഊരി വെച്ച് വീട്ടിയിരിക്കുക, അവരെ കൈകാര്യം ചെയ്യാൻ അവിടെ ഇരിക്കുന്നത്. അതുപോലെ വേടന ജീവിതകാലം മുഴുവൻ ജയിലിലാക്കാമെന്ന് വിചാരിച്ചൊരു വീട്ടിൽ പോയിരിക്കുക.
ആ. തീർച്ചയായും വിനീത വിജയൻ ഇവിടെ എന്തോ ആഡ് പോലീസിന്റെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പലരുടെയും ആഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. മനോഭാവങ്ങളിൽ ഞാൻ ചർച്ച മാറ്റം വൈൻഡപ്പ് ചെയ്യാണ്. സമയം വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞു. പ്ലീസ്. ശ്രീ മിഥുൻ, അതിന് യാതൊരു ഈ സംശയവുമില്ല. സവർണ്ണ കലകളെ മുഴുവൻ കേരളത്തിന്റെ തനത് കലകളെന്ന് പാരമ്പര്യ കലകളെന്നും പ്രതിഷ്ഠിക്കുകയും കീഴാളൻ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന, ജാതിയിൽ താഴ്ന്നവരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവരുടെ പാട്ടുകളെ, അതിൽ പാണൻ പാട്ടും പുള്ളുവൻ പാട്ടും പറയപ്പാട്ടും കുറത്തിയാട്ടവും ഒക്കെ ജാതി പേരുകളിൽ അറിയപ്പെടുകയും സവർണരുടെ കലകൾ മുഴുവനും കേരളത്തിൻ്റെ ക്ലാസിക് കലകളാക്കി മാറ്റുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിനുണ്ടായിരുന്നത്. അതിനെ, അത്തരം സാമ്പ്രദായിക കീഴ്വഴക്കങ്ങളെ, പാരമ്പര്യത്തെ ഒക്കെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഈ നാടുവാഴിയെ പാടിപ്പുകഴ്ത്തുന്നതല്ല പുതിയ കാലത്തിൻ്റെ പാട്ടും സംഗീതവും എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധതകൾ, വംശീയതകൾ, വിവേചനങ്ങൾ എല്ലാത്തിനോടും കലഹിക്കാനുള്ള ആയുധമായിട്ട് വേടൻ തന്നെ പറയുന്നുണ്ട്, പാടുന്നുണ്ട്. കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ എന്ന് വേടൻ എഴുതുന്നുണ്ട്. പല തലമുറകളുടെ കാതിൽ കവിതകൾ ഓതി ഈ കാണായ കാലങ്ങൾ മുഴുവൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ച വിധികളെ മാറ്റുക തന്നെയാണ് വേടൻ ചെയ്യുന്നത്. അതിനൊരു തടസ്സവും ഉണ്ടാക്കാൻ സംഘപരിവാറിന് സാധിക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് വേണം ഈ ചർച്ച അവസാനിപ്പിക്കാൻ. തീർച്ചയായും എത്ര വളഞ്ഞിട്ട് മൂക്കിൽ തൊടുന്നത് പോലെ എത്ര വളഞ്ഞിട്ട് ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും കുമ്പിളിൽ കഞ്ഞി കുടിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിക്കില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രഘോഷം അത് വേടനിലൂടെ തുടർന്നാൽ വേടനെ നവോത്ഥാന കേരളം പിന്തുണയ്ക്കും. അതിനെതിരെ വരുന്നവരൊക്കെ പടിക്ക് പുറത്താവുക തന്നെ ചെയ്യും. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് പൂർണ്ണമാകുന്നു.